ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് പുളിത്തീയലാണ്. പിന്നെ കൂടെ ഒരു മുട്ട ചിക്കിയതും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിളും പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കറി വയ്ക്കാൻ പോകുന്ന പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും താളിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി എടുത്ത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടത് പച്ചമുളക് കീറിയതും പിന്നെ വെളുത്തുള്ളി ഒരു ചെറിയ 2 കഷ്ണം കീറിയതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റണം. ഇനി ഞാൻ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. ഇനി ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ ഏകദേശം ഇത്തിരി വെന്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഞാനൊരു 1/2 സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി അത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കാപ്പിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ കൂടെ ഒരു മുട്ട ചിക്കിയതും കൂടെ ഉണ്ടാക്കുകയാണ്. അതിന് ഞാൻ വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് കടഞ്ഞെടുക്കുകയാണ്. വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് താളിച്ച് പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കുറച്ച് സവാളയും കൂടെ അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് അതിൽ ഞാൻ ഈ കടഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട അതിലോട്ടെടുത്ത് ഒഴിച്ച് പിന്നെ നമ്മൾ അതിനെ ചിക്കി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഈ പുളിത്തീയൽ വെച്ചിട്ടാണ് അപ്പം കൊടുത്തത്. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തും കറി ഇത് തന്നെയാണ്. പുളിത്തീയലും മുട്ട ചിക്കിയതും പിന്നെ കുറച്ച് മാങ്ങ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നന്ദി, ഗുഡ് ബൈ.